ക്ഷീണുണ്ട്, കുറച്ച് അതെ ശരീരമൊക്കെ പോകാം. രണ്ട് മാസം അവിടെ അഡ്മിറ്റ് അല്ലായിരുന്നു മോനെ. കാക്കേനെയും കൊണ്ട് തൊലഞ്ഞ് കാക്കയ്ക്ക് ബിപിയും കൂടി ഷുഗറും കൂടി കാൽസ്യം ഒക്കെ എന്നിട്ട് വണ്ടി കുറിച്ച് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി. 2 മാസങ്ങളിൽ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രി കിടക്കുക. 3 തണ്ടാണ്ടല്ലോ മക്കളുടെ സുഖം തേടി പോയില്ല മോനെ. 3 മക്കളെ ഞങ്ങൾ വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവര് വിട്ട പോലെ തന്നെ പോയി പോറില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾ 2 പേരും ഉണ്ട്. നിങ്ങൾ ചത്തോ ജീവിച്ചോ? ചത്തോ ജീവിച്ചോ? പൈസ കഴിച്ചില്ല. മോനെ പോലെ നല്ല മനസ്സുള്ളവര് കുറെ പേര് ഈ ദുനിയാവിലുണ്ടെന്ന് നമ്മൾ അവരൊക്കെ കൂടി ഇതാ ഒരു വാങ്ങിക്കും. നമ്മൾ ആരും അടുത്തായിരുന്നു പോയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും. അതെ, ആരും ദ്രോഹിച്ചിട്ടില്ല. ഇനി മതി മോനെ. കഞ്ഞിവെള്ളം കിട്ടിയാ ഞങ്ങളിനിപ്പോ അവിടെ ചെന്ന് വെച്ചുണ്ടാക്കണ്ടേ? ആ വരാം. കഞ്ഞോളേക്ക് വരാട്ടോ. അതിപ്പോ 2 മാസമായിട്ട് മക്കൾ നോക്കിയിട്ടില്ല. ആശുപത്രിയിലുള്ളത് അറിയിച്ചിട്ടും ഇല്ല. അതിനു മുമ്പ് വല്ല വിളിയോ ഞങ്ങൾ വിളിച്ചാലും അതിന് എടുക്കൂല. പിന്നെ ഇപ്പൊ ആശുപത്രിയിലാന്ന് വിളിച്ചാല് കാശിനാന്ന് വിചാരിക്കും. അതുകൊണ്ട് വേണ്ട. ഞങ്ങള് 2 പേരുള്ള മുതല് കംപ്ലീറ്റ് ഞങ്ങൾ എഴുതി കൊടുക്കുന്ന പാട്ട് ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയും പാപ്പയും പറഞ്ഞാൽ തേനും പാലും വരുന്നു. അപ്പൊ ഞങ്ങളും വിചാരിച്ചു അവരല്ലേ നോക്കേണ്ടത്, ഇരുന്നോട്ടെ, എന്നായാലും വേണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ടായി. മക്കളും പോയി, മുതലും പോയി, ഞങ്ങൾക്ക് ആരും ഇല്ലാതെ. ഇപ്പൊ വഴിയിൽ ഇറങ്ങിക്കോന്ന് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. അത്തരം പ്രവൃത്തിയൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഒരാളുണ്ടല്ലോ, അല്ലാഹു പടച്ചവൻ, അദ്ദേഹം ഒരു വഴി കാട്ടിത്തരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥകളില്ലേ? ഇപ്പൊ ഞങ്ങൾ 2 പേരും ഇവിടെ അധികപ്പെട്ടാണ്. ഞാനേ പേരക്കുട്ടിയിൽ കുറച്ച് പൈസ കൊടുത്തേച്ചു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? അല്ല, ആ പൈസ കൊണ്ട് ഓൻ ടൂർ അടിക്കാൻ പോയിട്ടുണ്ടാവും. അവന്റെ അടുത്തൊന്നും അവരടുത്ത് ആരെടുത്ത് കൊടുത്താലും ഞങ്ങൾക്ക് തരില്ല. അവരോ തരുന്നില്ല. ആരെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാൽ അതൊന്നുമില്ല. 2 മാസം പറഞ്ഞിട്ട് ഒന്നും അയച്ചിട്ട് പൈസ ഒന്നും അയച്ചിട്ടില്ല. ഇല്ലല്ലോ, അയച്ചു തരാനേ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ ഈ കഥകളൊക്കെ കണ്ടിട്ട് അവസ്ഥ കണ്ടിട്ട് നിങ്ങളൊക്കെ പഠിച്ചോ, ഭാവിയിൽ ഉപയോഗപ്പെടും. ജോലിയായില്ല, ഉന്നത വിദ്യാഭ്യാസം കുട്ടികൾ പഠിപ്പിച്ചുണ്ടാക്കിയ ജോലിയായി പോയത് നിങ്ങളെ വേണ്ട, പ്രായമൊക്കെ നിങ്ങളെ വേണ്ട. എനിക്ക് പറഞ്ഞാലും ഒരു വഴി കാട്ടിത്തരും ഞങ്ങൾക്ക്. ഏതായാലും നിങ്ങൾക്ക് സമ്മതം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. കാരണം ചെറുപ്പത്തില് അമ്മയെ നഷ്ടപ്പെട്ട ആളാ ഞാൻ, അല്ലെ അച്ഛൻ നഷ്ടപ്പെട്ടു. എനിക്ക് അമ്മേന്റെ ലാളനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സമ്മതമാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. വാർഡിന് അപ്പുറത്തൊരു വീടുണ്ട്. സമ്മതമാവും, ഒരു പ്രശ്നമില്ല കേട്ടോ. അല്ല ബേബി, എന്താ ബേബിന്റെ അഭിപ്രായം? അല്ല, നമുക്കാണെങ്കിൽ മക്കള് ഉണ്ടായിട്ട് മക്കളില്ലാത്ത അവസ്ഥ. ഇവർക്ക് അത് അച്ഛനും അമ്മയും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ബേബിന്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ മോനെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സേ അവിടെ എടുത്തിട്ട് എനിക്ക് അപ്പുറത്തിന് വീടുണ്ട്. അപ്പൊ ആ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കാം. വളരെ സന്തോഷം. നമുക്ക് ഇറങ്ങല്ലേ? ആ,